ഇന്ത്യൻ റെയിൽവേയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി വരാനായിട്ടിരിക്കുന്നുണ്ട്. ടെക്നീഷ്യൻ പോസ്റ്റാണ് വരാനായിട്ടിരിക്കുന്നത്. അതിൻ്റെ അപ്ഡേറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാവുന്നതാണ്. സോ ഇതിന് മിനിമം +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് മുൻപിലേക്ക് ഉടനടി വരാനായിട്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മളിത് അപ്ഡേറ്റ് ചെയ്തതാണ്. കഴിഞ്ഞ മാസമാണ് നമുക്കിത് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം അന്നത്തേക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു അപേക്ഷ തുടങ്ങാനായിട്ട്. ഇനി തുടങ്ങാനായിട്ട് വളരെ ചുരുക്കം സമയമുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 30/6/2026 അപേക്ഷ തുടങ്ങും. ഏകദേശം 29/7/2026 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇവിടെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഉണ്ട് ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതിന് വന്നിട്ടുള്ള വേക്കൻസി അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 18 to 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഈ ഗ്രേഡ് 1ലേക്കുള്ള പേ സ്കെയിൽ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രേഡ് 3ലേക്കുള്ളതും കാണാൻ സാധിക്കും. സോ ഇതായിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ ലഭിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക. അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് റെയിൽവേ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാടധികം ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ സാലറി ഇതിൻ്റെ 10 മടങ്ങായിട്ട്, അതായത് ഡബിൾ ഇരട്ടിയിൽ കൂടുതലൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം പലതവണയും നമ്മൾ കാണാറായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ഇടപിടിക്കുന്ന രീതിയിലൊക്കെ കാണാറുണ്ട്. സോ തുടർന്നുള്ള വീഡിയോൻ്റെ ഭാഗത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ചാനലാണ്, സ്റ്റോറിൻ്റെ വാട്സപ്പ് ചാനലാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വിവിധങ്ങളായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഉടനടി വരാൻ പോകുന്ന പരീക്ഷേൻ്റെ എല്ലാം ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ റെയിൽവേൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എക്സാമിനേഷൻ. നമ്മുടെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഏകദേശം ഇതിൻ്റെയൊക്കെ സിമിലർ ഇതാണ് വരുന്നത്. പേ സ്കെയിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിന് ശമ്പളം കുറച്ചും കൂടി കൂടുതലായിരിക്കും. കാരണം ട്രെയിൻ ഓടിക്കുന്ന അല്ലെങ്കിൽ ട്രെയിനുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അലവൻസും കാര്യങ്ങളൊക്കെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ പരീക്ഷ വരാനായിട്ട് പോകുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. സോ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇവിടെ ലഭിക്കും. ഇതിൻ്റെ ലിങ്ക് നേരത്തായ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാകാവുന്നതാണ്. എല്ലാവിധ മെറ്റീരിയലും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. PSCൻ്റെ ഫയർമാനും എല്ലാം ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ടോട്ടൽ വേക്കൻസി വരുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം 6565 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ പോസ്റ്റ് ആയിട്ടുള്ള ഇവിടെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന പോസ്റ്റിൽ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അവിടെ BSc അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെ BE BTech അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഗ്രേഡ് 3ലേക്ക് കിടക്കാം. അവിടെ പ്രധാനമായിട്ട് വരുന്നത് 10ാം ക്ലാസ്സും ITI ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. അതില്ലാന്നാണെങ്കിൽ 10ാം ക്ലാസ്സും ITIയും ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതും ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് +2 ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. +2 ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് SNT എന്നൊക്കെ പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഫിസിക്സ് മാത്സ് അതായത് സയൻസ് എടുത്ത് പഠിച്ചവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. സോ അപേക്ഷ ഉടനടി തുടങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള അപ്ഡേറ്റ് പ്രോപ്പറായിട്ട് ലഭിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. എല്ലാ അപ്ഡേറ്റും കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.